നിങ്ങൾ അറിഞ്ഞോ, ഫുട്ബോൾ ലോകകപ്പിൽ ഇന്ത്യൻ ടീം കളിക്കുന്നില്ലെങ്കിലും ഇന്ത്യൻ വംശജരായ 3 താരങ്ങൾ ഇക്കുറി ലോകകപ്പ് കളിക്കാൻ US എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അക്കൂട്ടത്തിൽ ഒരു മലയാളി കൂടിയുണ്ടെന്നതാണ് ഏറെ ത്രില്ലടിപ്പിക്കുന്ന കാര്യം. ലോകകപ്പിൽ എന്നെങ്കിലും ഒരു മലയാളി കളിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ നമുക്ക് ഖത്തറിന്റെ 26 അംഗ ലോകകപ്പ് സ്ക്വാഡിന്റെ പ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടി വരും. ഖത്തറിന്റെ 34 അംഗ പ്രിലിമിനറി ലോകകപ്പ് ടീമിൽ ഇക്കുറി മലയാളി പേരുകളുള്ള ഒരു താരമുണ്ട്. പേര് തഹസിൻ മുഹമ്മദ് ജംഷീദ്. ഖത്തർ കോച്ച് അന്തിമ ടീം പ്രഖ്യാപിക്കുമ്പോഴും ടീമിൽ സാന്നിധ്യം ഉറപ്പിക്കാനായാൽ ലോകകപ്പിന്റെ ഭാഗമാകുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടമാണ് തഹസിനെ കാത്തിരിക്കുന്നത്. 2006 ഖത്തറിൽ ജനിച്ച തഹസിൻ ജംഷീദിന്റെ വേരുകൾ എത്തി നിൽക്കുന്നത് ഇങ്ങ് കണ്ണൂർ ജില്ലയിലാണ്. ഫുട്ബോൾ ലോകകപ്പ് കളിക്കുന്ന ആദ്യ മലയാളി എന്ന ഖ്യാതിയാണ് 19 വയസ്സ് മാത്രം പ്രായമുള്ള തഹസിൻ മോദിനെ കാത്തിരിക്കുന്നത്. ഇതിനോടകം ഖത്തർ ദേശീയ ടീമിനായി 2 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഈ യുവതാരം. ഖത്തറിലെ ആസ്പയർ ഫുട്ബോൾ അക്കാദമിയിൽ പരിശീലനം നേടിയ തഹസിന്റെ വളർച്ച അതിവേഗമായിരുന്നു. ഖത്തറിന്റെ അണ്ടർ 16, അണ്ടർ 17 ദേശീയ ടീമുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ ലെഫ്റ്റ് വിങ്ങർ 2024 അൽ ദുഹയിലൂടെ ഖത്തർ സ്റ്റാർസ് ലീഗിലും അരങ്ങേറ്റം നടത്തി. ഈ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് തഹസിൻ. 2024 അഫ്ഗാനിസ്ഥാനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലൂടെ ഖത്തർ ദേശീയ ടീമിലും തഹസിൻ അരങ്ങേറി. വേഗവും പന്തടക്കവും സ്ഥിരതയാർന്ന പ്രകടനവും കൊണ്ട് ഖത്തർ ദേശീയ ടീമിൽ ഇടം നേടിയ ഈ മലയാളി താരം 26 അംഗ അന്തിമ സ്ക്വാഡിലും ഇടം പിടിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ. ഖത്തറിന്റെ ലോകകപ്പ് ടീമിൽ ഇക്കുറി 2 ഇന്ത്യൻ വംശജരാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഖത്തർ കോച്ച് ജൂലോൻ ലെപറ്റെഗോയി കഴിഞ്ഞ ദിവസം ലോകകപ്പ് സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം ടീമിലെത്തിയത് നിയാൽ മേസൺ എന്ന സെന്റർ ബാക്കാണ്. 29-കാരനായ ഡിഫൻഡറുടെ അമ്മ ഇന്ത്യക്കാരിയും പിതാവ് US കാരനുമാണ്. ഖത്തർ US ഇരട്ട പൗരത്വമുള്ള നിയാൽ മേസൺ നിലവിൽ ഖത്തർ FC എന്ന ക്ലബിന്റെ താരമാണ്. നിയാൽ നേരത്തെ റയൽ മാഡ്രിഡ്, സതാംപ്ടൺ, ആസ്റ്റൺ വില്ല, അൽസാദ്, ബ്ലാക്ക്ബൺ റോവേഴ്സ് എന്നീ ക്ലബ്ബുകളുടെ യൂത്ത് ടീമുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. 2026 മാർച്ചിലാണ് നിയാലിന് ഖത്തർ ദേശീയ ടീമിലേക്ക് ആദ്യമായി വിളിയെത്തിയത്. പക്ഷേ ഇതുവരെയും സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിക്കാൻ താരത്തിനായിട്ടില്ല. ലോകകപ്പിൽ താരത്തിന് ബൂട്ട് കെട്ടാൻ അവസരം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇക്കുറി ഓഷ്യാനിയ ഫുട്ബോൾ കോൺഫെഡറേഷനിൽ നിന്ന് ലോകകപ്പിന് യോഗ്യത നേടിയ ഏക ടീമാണ് ന്യൂസിലൻഡ്. കിവീസ് പടയുടെ മിഡ്ഫീൽഡ് നിയന്ത്രിക്കാനെത്തുന്നത് ഇന്ത്യൻ വംശജനായ സർപ്രീത് സിംഗ് ആണ്. ഓക്ലൻഡിൽ ജനിച്ചു വളർന്ന താരത്തിന്റെ മാതാപിതാക്കൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ ദേശീയ ടീമിൽ കളിക്കാൻ താരത്തിന് സാധിക്കുമെങ്കിലും സർപ്രീത് തിരഞ്ഞെടുത്തത് ന്യൂസിലൻഡിനൊപ്പം ഭാഗ്യം പരീക്ഷിക്കാനാണ്. 27-കാരനായ സർപ്രീത് സിംഗ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. ഇതിനോടകം ന്യൂസിലൻഡ് ജേഴ്സിയിൽ 26 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം 3 അന്താരാഷ്ട്ര ഗോളുകളും 7 അസിസ്റ്റുകളും സ്വന്തം പേരിനൊപ്പം ചേർത്തിട്ടുണ്ട്.